ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂസ് മാസ്റ്റർ ബൈ ആർദ്രം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഒരു ക്യൂസ് വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ബഷീർ ദിന ക്യൂസിലെ ബോണസ് ക്വസ്റ്റ്യൻ വിജയികളാണിത്. കണ്ണൻ കൈപ്പള്ളി, സഫിയ കടക്കളം, പ്രകൃതി വ്ളോഗ് എന്നീ അക്കൗണ്ടാണ് ആദ്യം കമൻറ്റ് ചെയ്തത്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? ഉത്തരം 3,80,000 കിലോമീറ്റർ. ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം റഷ്യയുടെ സ്പുട്നിക് 1. എന്നാണ് ചാന്ദ്രദിനം? ഉത്തരം ജൂലൈ 20. ജൂലൈ 20-നാണ് ചന്ദ്രദിനമായി ആചരിക്കുന്നത്. ചന്ദ്രോപരിതലത്തിലുള്ള ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 11. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ഏതാണ്? ഉത്തരം പെഗി വിറ്റ്സൺ. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ഉത്തരം ഗഗൻയാൻ. നിലവിൽ, അതായത് 2025-ലെ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ കേപ്പ് കെനഡി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം സെലനോളജി. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ്? ഉത്തരം സിറിയസ്. ISRO സ്ഥാപിച്ചത് എന്നാണ്? ഉത്തരം 1969 ഓഗസ്റ്റ് 15. നാസയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോളോ 11 ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ്? ജൂലൈ 16, 1969. അപ്പോളോ 11 ദൗത്യത്തിലെ യാത്രക്കാർ ആരായിരുന്നു? ഉത്തരം നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ്. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം മൈക്കൽ കോളിൻസ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ച രാജ്യം ഏത്? ഉത്തരം റഷ്യ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ഉത്തരം നൈക് അപ്പാച്ചെ.
ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ വേഗം കമൻറ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.